ശ്രീ ഹനുമാൻ ക്ഷേത്രത്തെക്കുറിച്ച് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയതും അറിയപ്പെടുന്നതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഫോർട്ട് ഹനുമാൻ ക്ഷേത്രം. ചരിത്രകാലം മുതൽ തന്നെ പാലക്കാട് കോട്ട ശ്രീ ഹനുമാൻ സ്വാമിയെ ഭക്തർ ആരാധിച്ചിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തിനും കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്കും ഉന്നമനത്തിനും വേണ്ടി ഭക്തർ ക്ഷേത്രത്തെ സമീപിച്ചിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴിപാടുകൾ വടമല, വെറ്റിലമല, നെയ്വിളക്ക് എന്നിവയാണ്. ഉത്സവങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവ ആഡംബരത്തോടെ ആഘോഷിക്കപ്പെടുന്നു. ശ്രീരാമനവമി, രാമായണമാസം, നവരാത്രി പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. സംഗീതം, നൃത്തം, തോൽപ്പാവക്കൂത്ത്, ചക്കുർക്കൂത്ത്, ഓട്ടംതുള്ളൽ, ഭക്തിപ്രഭാഷണം തുടങ്ങി നിരവധി കലാപരിപാടികൾ ഈ ഉത്സവങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. കർക്കിടക മാസത്തിൽ ജൂലൈ-ഓഗസ്റ്റ് വരുന്ന പുണ്യമാസമായി കേരളീയർ രാമായണ മാസം ആചരിക്കുന്നു. ക്ഷേത്രപരിസരത്ത് നടത്തുന്ന രാമായണ പാരായണം ഇതിഹാസമായ രാമായണത്തിന്റെ കഥ വിശദീകരിക്കുകയും ചെയ്യുന്നു. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് സമീപം വെസ്റ്റ് ഫോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന കാതലീവനം എന്ന ക്ഷേത്ര ഓഫീസ് സമുച്ചയത്തിൽ ആയിരക്കണക്കിന് ശ്രീ ഹനുമാൻ സ്വാമി ഭക്തർക്ക് കഞ്ഞി, അരിക്കഞ്ഞി, പുഴുക്ക്, പച്ചക്കറി വിഭവം എന്നിവ നൽകുന്നു. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ആഞ്ജനേയ ഭഗവാന് ശുഭകരമാണ്. എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 12:00 മുതൽ 2:00 വരെ കാതലീവനത്തിൽ നൂറുകണക്കിന് ഭക്തർക്ക് പ്രസാദോട്ട്, അന്നദാനം നൽകുന്നു. കേരള സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയായ ശ്രീ ആഞ്ജനേയ സേവാ സമിതിയാണ് ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാതലീവനത്തിൽ ഇതിന്റെ ഓഫീസ് സ്വന്തമായുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങുന്ന 9 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതിനുണ്ട്. ശ്രീ ആഞ്ജനേയ സേവാ സമിതി പാലക്കാട് ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും പ്രത്യേകമായി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹങ്ങൾ ഇത് നടത്തുന്നു. 500 പേർക്ക് വരെയുള്ള വിവാഹ സദ്യയുടെ ചെലവുകൾ, ഓഡിറ്റോറിയത്തിന്റെ ചെലവുകൾ മുതലായവ സമിതി വഹിക്കുന്നു. സഞ്ജീവനി ചികിത്സ സഹായ നിധി പോലുള്ള പദ്ധതികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ചികിത്സാ ചെലവുകൾ വഹിക്കുന്നു. സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം മുതലായവ വഹിക്കുന്നു. സമിതി ഏറ്റെടുത്തിരിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതി ഒരു പിടി അരി പദ്ധതിയാണ്. ആവശ്യാനുസരണം ദരിദ്രർക്ക് സൗജന്യമായി അരി നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പാലക്കാട്ട് വരാനിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾക്ക് സമിതി വെളിച്ചെണ്ണയും മറ്റു പൂജാസാമഗ്രികളും വിതരണം ചെയ്തുകൊണ്ട് പിന്തുണ നൽകുന്നു. ക്ഷേത്രങ്ങൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് ചെലവുകൾ വഹിക്കാൻ തയ്യാറാകുന്നതുവരെ ഇത് പ്രവർത്തിക്കുന്നു.